ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈക്കോം കേരളയുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ രണ്ട് ഷിപ്പിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇ കോമേഴ്സ് സെല്ലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു കൊറിയർ പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരാം. ഒരുപക്ഷെ നിങ്ങൾക്കത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഷിപ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്നോ ഷോപ്പിൽ നിന്നോ വന്ന് പ്രൊഡക്ട്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം. അതുമല്ല, നിങ്ങളൊരു വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളുടെ സെയിലും കാര്യങ്ങളൊക്കെ കൂടുതൽ നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്മെൻറ്റ് ബൾക്കായിട്ട് ഷിപ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷിപ്പിംഗ് പാർട്ട്ണറെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് ലോജിസ്റ്റിക്സ് കൊറിയർ പാർട്ട്നേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടേതായിട്ടുള്ള സാഹചര്യം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൊറിയർ പാർട്ട്ണറെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഏതാനും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഷിപ്പിംഗ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഷിപ്പ് റോക്കറ്റ് ആണ്. ഷിപ്പ് റോക്കറ്റിനെ കുറിച്ച് ഓൾറെഡി ഞാൻ 2 വർഷം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഷിപ്പ് റോക്കറ്റ്, എങ്ങനെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പുള്ള ഒരു പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു പ്ലാറ്റ്ഫോം ഡെലിവറി ആണ്. ഡെലിവറിയിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് പാർട്ട്ണറായിട്ട് ഡെലിവറിന് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, പ്രധാനമായിട്ട് നമ്മളപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസിങ്, അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഫീച്ചേഴ്സ്, അതുപോലെ RTO, റിട്ടേൺ ഫെസിലിറ്റീസ്, NDR, ചാനൽ ഇൻറ്റിഗ്രേഷൻ സൗകര്യങ്ങൾ. നമുക്ക് വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇൻറ്റിഗ്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അടുത്തായിട്ട് ഈസ് ഓഫ് യൂസ് ആണ്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് ഈ രണ്ട് ആപ്ലിക്കേഷൻസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ പ്രൈസിങ് ആണ്. അപ്പോൾ നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നോക്കേണ്ടത് എത്രയും വില കുറച്ച് ഷിപ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ ആ ഒരു ഓപ്ഷനാണ് നമ്മൾ സാധാരണ രീതിയിൽ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷിപ്പ് റോക്കറ്റിലും ഡെലിവറിയിലും വരുന്ന പ്രൈസിങ്ങിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഷിപ്പ് റോക്കറ്റിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫോർവേഡ് ഷിപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിൻ കോഡ്, ഇവിടെ പിക്കപ്പ് പിൻ കോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെലിവറി ചെയ്യേണ്ട പിൻ കോഡ് ഞാൻ ട്രിവാൻഡ്രം പിൻ കോഡാണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് നമ്മൾ ആദ്യമായിട്ട് 500 ഗ്രാംസിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഡയമെൻഷൻസും കൊടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബോക്സ് രീതിയിലാണ് ഡയമെൻഷൻസ് കൊടുത്തിരിക്കുന്നത്. ഷിപ്മെൻറ്റ് വാല്യൂ 1000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. പ്രീപെയ്ഡ് മോഡാണ്, ക്യാഷ് ഓൺ ഡെലിവറി അല്ല. നമ്മൾ പ്രീപെയ്ഡ് മോഡിൽ നമുക്ക് എത്ര രൂപ ചിലവാകും നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. ഡേഞ്ചറസ് ഗുഡ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചൂസ് ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാം ഏതെല്ലാം ഷിപ്പിംഗ് പ്രൊവൈഡേഴ്സ് ആണ് ഈ ഒരു പിൻ കോഡിലേക്ക് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കാണാൻ ഏറ്റവും കുറവ്, ഏറ്റവും ചീപ്പ് ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത് DTDC ആണ് ഈ ഒരു പിൻ കോഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 45 രൂപ 14 പൈസയാണ് DTDC പ്രൊവൈഡ്. ഇത് ഇൻക്ലൂഡിങ് ടാക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 500 ഗ്രാം ട്രിവാൻഡ്രം അയക്കണമെന്നുണ്ടെങ്കിൽ 45 രൂപ നിങ്ങൾക്ക് ഷിപ്പ് റോക്കറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാം എക്സ്പ്രസ് ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെലിവറി തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഡെലിവറി ഒരു ചാർജ് ചെയ്യുന്നത് 60 രൂപ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആമസോൺ ഷിപ്പിംഗ് ഉണ്ട്. 105 രൂപയാണ് ആമസോൺ ഷിപ്മെൻറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് 500 ഗ്രാം നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഷിപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഷിപ്പ് റോക്കറ്റ് ചാർജ് ചെയ്യുന്ന ചാർജ്. ഇനി നമുക്ക് ഡെലിവറിയിൽ നോക്കാം എത്ര രൂപ ഡെലിവറി ചാർജ് ചെയ്യുന്നത്. ഡെലിവറി ഞാൻ സെയിം പിൻ കോഡ് സെയിം ഡാറ്റ തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ കൊടുത്തിരിക്കുന്നത് ഫോർവേഡ് ഷിപ്മെൻറ്റിന് 44 രൂപ 84 പൈസയാണ് ഫോർവേഡ് ഷിപ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഷിപ്പ് റോക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറവാണ് ഡെലിവറിയിൽ കാണുന്നത്. ഇനി നമുക്ക് ഈ പിൻ കോഡ് മാറ്റി റീജിയണൽ ഷിപ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ലോക്കൽ ഷിപ്മെൻറ്റാണ് നോക്കിയത്. നമ്മൾ ഇനി ഇതൊരു ബാംഗ്ലൂർ ബേസ് നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ വരെ നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ പിൻ കോഡ് കൂടെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ശേഷം കാൽക്കുലേറ്റർ ടാബിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാം 74 രൂപയാണ്. ആമസോണാണ് ഏറ്റവും കുറവ് ഷിപ്മെൻറ്റ് പ്രൈസ് ഇവർ കൊടുത്തിരിക്കുന്നത്. അവർ 74 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. DTDC തൊട്ട് താഴെ കാണാം 79 കാണാം. ഡെലിവറി കാണാം 139 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റീജിയണൽ ഷിപ്മെൻറ്റ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഡെലിവറി വന്നു കഴിഞ്ഞാൽ സെയിം പിൻ കോഡ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡെലിവറി റേറ്റ് കാണാം. നമ്മൾ കുറച്ച് മുമ്പ് കൊടുത്തിരിക്കുന്ന അതേ റേറ്റ് തന്നെ ഒരു കാണിക്കുന്നത്. കാര്യമായിട്ടുള്ള റേറ്റിൽ വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ റീജിയണൽ ഷിപ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 44 രൂപ കാണിക്കുന്നത്. അതായത് ഷിപ്പിംഗ് കോസ്റ്റ് 38 റുപ്പീസ് പ്ലസ് GST ചാർജ് എന്ന് പറയുന്നത് GST അടക്കം വരുമ്പോൾ ഏകദേശം 44 റുപ്പീസ് അല്ലെങ്കിൽ 45 റുപ്പീസിൻ്റെ അടുത്താണ് ചാർജ് വരുന്നത്. ഷിപ്പ് റോക്കറ്റിലാകുമ്പോൾ കുറച്ചും കൂടി അതിൽ റേറ്റ് കൂടിയിട്ടുണ്ട്. 74 രൂപ വരെ ഷിപ്പ് റോക്കറ്റിൽ ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തൊരു നാഷണൽ ഷിപ്മെൻറ്റ് നോക്കാം. നമുക്ക് ഈ ഒരു ബാംഗ്ലൂർ എന്നുള്ള ലൊക്കേഷൻ മാറ്റിയ ശേഷം നമ്മൾ മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പിൻ കോഡ് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ മുംബൈ ബേസ് ചെയ്തിട്ടുള്ള പിൻ കോഡ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. ഡെലിവറി പിൻ കോഡ് മുംബൈ ബേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
സെയിം ഷിപ്മെൻറ്റ് തന്നെയാണ്, സെയിം വെയിറ്റ് തന്നെയാണ്. നമ്മൾ ഷിപ്മെൻറ്റ് വാല്യൂ 1000 റുപ്പീസ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം റേറ്റ് പറയുന്നത് 74 രൂപയാണ് ഷിപ്പ് റോക്കറ്റ് പറയുന്ന എമൗണ്ട്. ആമസോണിൻ്റെ ഷിപ്പിംഗ് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്. DTDC വരുന്നുണ്ട് 79 DTDC വരുന്നത്. അതിന് താഴെ ഡെലിവറിയൊക്കെ 139 രൂപ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം ഡെലിവറി തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ഡെലിവറി അക്കൗണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഷിപ്മെൻറ്റ് ചെയ്യാം. ഈ സെയിം പിൻകോഡ് തന്നെ നമ്മൾ ഡെലിവറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മുംബൈ പിൻകോഡ്, മുംബൈ മഹാരാഷ്ട്ര പിൻകോഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 51 രൂപ, അതായത് 51 രൂപയ്ക്ക് മാത്രം നമുക്ക് ഷിപ്മെൻറ്റ് ചെയ്യാൻ ഡെലിവറി നോക്കാമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാം, നമ്മളിപ്പോൾ ഷിപ്പ് റോക്കറ്റിൻ്റെയും ഡെലിവറിയുടെയും പ്രൈസിങ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. രണ്ട് സെയിം പിൻകോഡ്, സെയിം വെയിറ്റ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറിയിൽ കുറച്ചും കൂടി റേറ്റ് കുറവാണ്. നമുക്ക് ഷിപ്പ് റോക്കറ്റിൽ കുറച്ചും കൂടി കൂടുതൽ ഷിപ്പിംഗ് പ്രൊവൈഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിതിൽ നോക്കിയ പോലെ തന്നെ ഒരുപാട് ആമസോൺ, DTDC, അതുപോലെ തന്നെ ഡെലിവറി കാണാം, എക്സോസ്ബീസ് കാണാം, ഇകോമിൻ്റെ സർവീസ് കാണാം. ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ എങ്കിൽ കാണാം. പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി നിങ്ങൾ ഡെലിവറി ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഷിപ്പ് റോക്കറ്റിൽ. ആ കാര്യത്തിൽ ഡെലിവറിയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു പ്രൈസിങ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറിയാണ് ബെസ്റ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് COD കണ്ടീഷനാണ്. കാരണം ചില സെല്ലേഴ്സിന് പ്രധാനമായിട്ട് അവർ നോക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആക്ച്വലി 2 പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷിപ്പ് റോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡെലിവറിയും നിങ്ങൾക്ക് COD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഓൾറെഡി നമ്മൾ ഷിപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആണോ വേണ്ടത് അല്ലെങ്കിൽ COD ഓർഡേഴ്സ് ആണ്. നമ്മൾ COD കൊടുത്തു കഴിഞ്ഞാൽ CODക്ക് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമുക്കൊരു മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം 94 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കാണിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കാണാം ഇവർ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത് കൂടെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് COD ചാർജസ് എന്ന് പറഞ്ഞിട്ട് 25 രൂപ 96 പൈസ ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 1000 റുപ്പീസ് നിങ്ങൾക്ക് ഷിപ്മെൻറ്റ് ചെന്ന് ഓർഡർ ക്യാഷ് അവർ കളക്ട് ചെയ്ത് തരുന്നതിന് 25 രൂപ ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഷിപ്മെൻറ്റ് വാല്യൂ ഈ എമൗണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ COD ചാർജിൽ വ്യത്യാസം വരും. ഇപ്പോൾ നിങ്ങൾ 5000 രൂപ കളക്ട് ചെയ്യാനുള്ള ഷിപ്മെൻറ്റാണ് നിങ്ങൾ COD ആയിട്ട് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ COD ചാർജ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഞാൻ 5000 കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം 91 റുപ്പീസാണ് COD ആയിട്ട് ഷിപ്പ് റോക്കറ്റ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ CODയുടെ കേസിൽ കുറച്ച് പേരൊക്കെ എന്നോട് അന്ന് യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതായിട്ട്. അപ്പോൾ ഞാൻ ഈ 2 പ്ലാറ്റ്ഫോമിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുന്നത് മാത്രം. നിങ്ങളുടെ സൗകര്യം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യുക. ഞാൻ ഈ 2 പ്ലാറ്റ്ഫോമും ക്യാഷ് ഓൺ ഡെലിവറി പർപ്പസിനായിട്ട് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി വഴിക്കുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മോശമോ നല്ലതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അത് കൊടുക്കുക. പുതിയതായിട്ട് വരുന്ന സെല്ലേഴ്സിന് അത് വളരെ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഡെലിവറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡെലിവറിയിലും ഇവർ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എത്രയാണ് ഷിപ്മെൻറ്റ്. നമുക്ക് 1000 റുപ്പീസിന് ആദ്യം കൊടുത്ത് നോക്കാം. 1000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഷിപ്മെൻറ്റ് പറയുന്നത് 99 രൂപയാണ്. ഇവർ COD ചാർജായിട്ട് ചാർജ് ചെയ്യുന്നത് 40 രൂപ ചാർജ് ചെയ്യുന്നത്, 40 പ്ലസ് GST ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കാണാം ഷിപ്പ് റോക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 25 രൂപയാണ്. പക്ഷേ ഇതിൽ മിനിമം 40 രൂപയാണ്. അല്ലാന്നുണ്ടെങ്കിൽ 2% 40 റുപ്പീസ് ഏതാണോ കൂടുതൽ അതാണ് ഡെലിവറി ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് COD എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യുക. ഷിപ്പ് റോക്കറ്റിൽ സാധാരണ 7 to 8 ഡേയ്സ് എടുക്കും അവരുടെ COD കളക്ട് ചെയ്ത എമൗണ്ട് ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ ഡെലിവറി ഞാൻ കേട്ടെടുത്തത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ COD എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഷിപ്പ് റോക്കറ്റിലെ സൗകര്യം കൊടുക്കുന്നുണ്ട് 2 ഡേയ്സിൽ 1 ഡേയ്സിലൊക്കെ COD എമൗണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതിന് എക്സ്ട്രാ ഒരു എമൗണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. പക്ഷേ ഇതിൽ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാണ്ട് തന്നെ 2 ഡേയ്സിനുള്ളിൽ COD എമൗണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 2 ഡേയ്സിനുള്ളിലാണ് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ CODക്ക് ആണെങ്കിലും ഈ 2 പ്ലാറ്റ്ഫോമും CODയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് റിട്ടേൺസ് ആണ്. RTO അല്ലെങ്കിൽ റിട്ടേൺ ഷിപ്മെൻറ്റ്. ചില കേസുകളിൽ നിങ്ങളിപ്പോൾ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാതെ അത് റിട്ടേൺ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി 2 പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഷിപ്മെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത സമയത്തോടെ കാണാൻ നിങ്ങൾക്ക് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ RTO ഓപ്ഷൻ കൂടിയുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ഓപ്ഷൻ നമുക്ക് കാണാം. നമുക്ക് റിവേഴ്സ് പിക്കപ്പ് എടുക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് റിട്ടേൺ ചെയ്യാനുള്ള പിക്കപ്പിന് എത്രയാണ് എമൗണ്ട് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഡെലിവറിയിലും ഉണ്ട്. അതുപോലെ തന്നെ ഷിപ്പ് റോക്കറ്റിൻ്റെ ഉള്ളിലും
ആ ഒരു ഓപ്ഷൻ കൂടെ കാണാം. റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ കൂടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ടും കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമും ഈ രണ്ട് ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷിപ്പ് റോക്കറ്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറിയിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. നമുക്കിതൊക്കെ ഒരു വട്ടം കസ്റ്റമേഴ്സിനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഓർഡർ പേജിൽ നിന്ന് തന്നെ ഷിപ്പ് റോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഡെലിവറിയിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സെപ്പറേറ്റ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. കുറച്ചും കൂടി യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഷിപ്പ് റോക്കറ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അടുത്താണ് ചാനൽ ഇൻറ്റിഗ്രേഷൻ. ഇപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റോ ഷോപ്പിഫൈ ഒക്കെ ഉപയോഗിച്ചിട്ട് സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഓർഡേഴ്സും ഓരോരോ ഓർഡേഴ്സായിട്ട് നമുക്ക് ഷിപ്മെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബൾക്കായിട്ടൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ ഓർഡേഴ്സ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് വെബ്സൈറ്റിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എത്ര രൂപ ഷിപ്പിംഗ് ചാർജ് വരും എന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇപ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമും ചാനൽ ഇൻറ്റിഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഷിപ്പ് റോക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാം ഷോപ്പിഫൈ വൂക്കോമേഴ്സ് സൈറ്റിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം, ഓപ്പൺ കാർട്ട്. അതുപോലെ തന്നെ ആമസോണിലേക്ക് ഡയറക്റ്റ് നിങ്ങളിപ്പോൾ സെൽഫ് ഷിപ്പൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിലേക്ക് നേരിട്ട് ഇന്ത്യ മാർട്ട് തുടങ്ങിയ ഇത്രയും പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിപ്പ് റോക്കറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അവർ വൂക്കോമേഴ്സും ഷോപ്പിഫൈ സൈറ്റിലേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഈ ഒരു ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഇൻറ്റിഗ്രേഷൻ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷിപ്പ് റോക്കറ്റ് ആണ്. അവരുടെ വൂക്കോമേഴ്സിൽ പ്ലഗിൻസ് ഒക്കെ അവൈലബിൾ ആണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഷിപ്പ് റോക്കറ്റ് യൂസ് ചെയ്യാനാണ്. അടുത്തായിട്ട് ഈസ് ഓഫ് യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് പ്ലാറ്റ്ഫോം വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഉപയോഗിക്കാനായിട്ട് എളുപ്പം തോന്നിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സുകൾ, കുറച്ചധികം ഫീച്ചേഴ്സുകൾ ഷിപ്പ് റോക്കറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമതായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ റിപ്പീറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളൊരു കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഷിപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെയിം ഷിപ്മെൻറ്റ് വേണമെങ്കിൽ ക്ലോൺ ഓർഡേഴ്സ് ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. നമ്മൾ വീണ്ടും രണ്ടാമത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെലിവറിയിൽ ആ ഒരു സൗകര്യം ഇല്ല. നമ്മൾ ഓരോ പ്രാവശ്യവും കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഷിപ്പ് റോക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സെല്ല് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഷിപ്മെൻറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ക്ലോൺ ഓർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ടാബിൽ നിന്ന് നമുക്ക് കസ്റ്റമർ സേവ് ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യം ഷിപ്പ് റോക്കറ്റിലുണ്ട്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡാഷ്ബോർഡാണ്. നമുക്കിപ്പോൾ ഡെലിവറി ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് അതിലുള്ളൊരു ഡീറ്റെയിൽസൊന്നും കാണില്ല. പക്ഷേ ഷിപ്പ് റോക്കറ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വരുന്ന ഷിപ്മെൻറ്റുകൾ ഏത് റീജിയനിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഷിപ്മെൻറ്റ് ചെയ്യുന്നത്, വരുന്ന എമൗണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആണ് ഇവരുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഡെലിവറിയിൽ കാര്യമായിട്ടൊന്നും നിങ്ങളുടെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റകൾ മാത്രമാണ് ഡെലിവറിയുടെ ഡാഷ്ബോർഡിലുള്ളൂ. അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റിന് മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഷിപ്മെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിക്കപ്പ് സ്ലോട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡെലിവറി വന്നു കഴിഞ്ഞാൽ അവിടെ റീസെൻ്റ്ലി ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഷിപ്പ് റോക്കറ്റ് ആണ്. കുറച്ചും കൂടി യൂസ് ചെയ്യാനായിട്ട്, ഇത്രയും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഷിപ്പ് റോക്കറ്റ് ആണ്. പക്ഷേ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏതാണ്? പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസിങ് ഡെലിവറിയാണ് ബെറ്റർ. ഷിപ്പ് റോക്കറ്റിൽ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റും ഡെലിവറിയും ഒരേ സമയം COD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2 ഡേയ്സിനുള്ളിൽ COD എമൗണ്ട് കൊടുക്കുന്നത് ഡെലിവറിയാണ്. RTO റിട്ടേൺ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റും ഡെലിവറിയും ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ ഇത്തിരി കൂടി എളുപ്പമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റിലാണ്. പിന്നെ NDR നോൺ ഡെലിവറി റിപ്പോർട്ട്സ് ആണ്. നിങ്ങൾ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ആ ഒരു കസ്റ്റമർ അവരുടെ വീട്ടിലില്ല, അല്ലെങ്കിൽ ഓഫീസ് സ്പേസിലില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കൊറിയർ പാർട്ട്ണർ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് തിരിച്ചു വരും. പക്ഷേ ഈ ബ്രോക്കറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വട്ടം നിങ്ങൾക്ക് മെയിൽ വരും. നിങ്ങൾക്ക് 3 വട്ടം റീ അറ്റംപ്റ്റിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് വട്ടം അവിടെ ഡെലിവറി നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമറെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. തൊട്ട് പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ റീ അറ്റംപ്റ്റ് കൊടുക്കാനുള്ള ഒരു ഡെലിവറി റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ 3 പ്രാവശ്യം റീ അറ്റംപ്റ്റ് നടത്തിയിട്ടും ഡെലിവറി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ
ഷിപ്മെൻറ്റ് തിരിച്ച് നിങ്ങളെ ഷിപ്മെൻറ്റ് ചെയ്ത ആൾക്ക് തന്നെ തിരിച്ചു വരും. ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോൺ ഡെലിവറി റിപ്പോർട്ട്സുകൾ കുറവാണ്. അവർ ട്രൈ ചെയ്യുന്നുണ്ടാകും, പക്ഷേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും നമുക്ക് മെയിലായിട്ടോ നോട്ടിഫിക്കേഷൻ ആയിട്ടോ ഒന്നും വരാറില്ല. ചാനൽ ഇൻറ്റഗ്രേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റിൽ കുറച്ചും കൂടി കൂടുതൽ ആമസോണിക്കൊക്കെ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ WooCommerce അതുപോലെ തന്നെ ഷോപ്പിഫൈ തുടങ്ങിയ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. പിന്നെ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷിപ്പ് റോക്കറ്റാണ്. ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെബ്സൈറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെലിവറി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതെന്ന് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കൊടുത്തിരിക്കുന്ന കമ്പാരിസൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്ന സെല്ലേഴ്സിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ സെല്ലേഴ്സിനും ഇ-കോമേഴ്സിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്